എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസസ്മെൻറ്റ് ഇയർ 2024-25 ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ incometax.gov.in എന്ന സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടോപ്പിലായിട്ട് ലോഗിൻ രജിസ്റ്റർ എന്ന് 2 ബട്ടൺ കാണാം. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ലോഗിൻ ചെയ്യുക. ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആളാണെങ്കിൽ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡും അടിച്ച് നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. പാൻ നമ്പർ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുക്കാൻ വരും. അവിടെ ലോഗിൻ്റെ അവിടെ പ്ലീസ് കൺഫേം യുവർ സെക്യൂർ ആക്സസ് മെസ്സേജ് എന്നുള്ളത് ടിക്ക് കൊടുത്ത് അവിടെ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. അവിടെ നമുക്കൊരു ഡാഷ്ബോർഡാണ് കാണാൻ പറ്റുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മളൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്തേക്കുക. നമുക്ക് ITR ഫയൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസിൽ അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ മൈ ബാങ്ക് അക്കൗണ്ട് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ IFSCയും കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ബാങ്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റീഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാങ്ക് അക്കൗണ്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് റീഫണ്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കമ്പൽസറി ആയിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാങ്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 ഡീറ്റെയിൽസ് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓൾറെഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നമ്മുടെ ഇൻകത്തിൻ്റേതായ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം അത് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ഫയൽ ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇൻകത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വ്യൂ ഫോം 26AS കൺഫേം കൊടുക്കുക. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം 26AS ക്ലിക്ക് ചെയ്യുക. അസസ്മെൻറ്റ് ഇയർ 2024-25 കൊടുത്ത് വ്യൂ ആസ് HTML കൊടുത്ത് വ്യൂ ഓർ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 26AS ഫോം കാണാൻ കഴിയും. ഇവിടെ ഇതിപ്പം സാലറി ഇൻകം മാത്രമാണുള്ളത്. അപ്പം സാലറി, അതുപോലെ തന്നെ അതിന് കട്ട് ചെയ്തേക്കുന്ന TDSൻ്റെ എമൗണ്ട് കാണാൻ പറ്റും. ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ TDS ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എമൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ TCS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഫോം 26AS നമുക്ക് അറിയാൻ പറ്റും. 26AS പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് AIS. AISൽ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ AISൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റാണ് കാണാൻ പറ്റുന്നത്. ഒരു ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയും ഉണ്ട്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഈ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ അറിയാൻ പറ്റും. ഇവിടെ ഇപ്പം 26ASൽ നമുക്ക് സാലറി മാത്രമാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് സാലറിയും അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ITR സാലറി, ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഇൻകം മാത്രമുള്ള ഒരു ITR നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഫയൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫയൽ ചെയ്യാനായിട്ട് ആദ്യം ഈ ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേൺസിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ 2024-25 കറണ്ട് അസസ്മെൻറ്റ് ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് 2023-24 ഫിനാൻഷ്യൽ ഇയറിൻ്റെയാണ്. 2023-24 ഫിനാൻഷ്യൽ ഇയറിൻ്റെ കറസ്പോണ്ടിങ് അസസ്മെൻറ്റ് ഇയർ പറയുന്നതാണ് 2024-25. അത് ക്ലിക്ക് ചെയ്യുക.
നമ്മൾ ഓൺലൈനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി കുറച്ച് ഫില്ല് ചെയ്ത് വെക്കുകയാണ്, സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഡ്രാഫ്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ റെസ്യൂം ഫയലിംഗ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുത്ത് മുന്നോട്ട് പോകാം. ഇവിടെ നമുക്ക് ഡേറ്റ പ്രീ ഫില്ലായിട്ട് കുറേ അധികം ഡേറ്റ ഫില്ലായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷന് വേണ്ടി ഫില്ല് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൽ വരുന്നത് ഫൈനൽ ഡേറ്റ ആയിട്ട് ഒരിക്കലും എടുക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഡേറ്റ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാര്യം ഇതിനകത്ത് പ്രീ ഫില്ല് ചെയ്ത് വരുന്ന ഡേറ്റ ചിലപ്പോൾ കംപ്ലീറ്റ് ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഫോം 16 അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെയാണെങ്കിൽ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ആദ്യമായിട്ട് ഇതിൽ ഒരു 5 ടാബായിട്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ് വരുന്നത്. ഓരോ ടാബും ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ പേരും പാൻ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡു യു വിഷ് ടു എക്സസൈസ് ദ ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC6 ഓഫ് ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സേഷൻ. നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് വന്നുകൊണ്ടിരുന്നത് ഓൾഡ് ടാക്സ് റെജീമാണ്. ഓൾഡ് ടാക്സ് റെജീം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാ ഡിഡക്ഷൻസും എടുക്കാം. 80Cയിലുള്ളത് 80D, ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റും. അതേസമയം ന്യൂ ടാക്സ് റെജീമിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആകപ്പാടെ സാലറിയിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഓൾഡ് സ്കീമായിരുന്നു ഡിഫോൾട്ട് സ്കീമായിട്ട് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഈ വർഷം തൊട്ട് ന്യൂ സ്കീമാണ് ഡിഫോൾട്ട് സ്കീമായിട്ട് വരുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി ITR എടുക്കുമ്പം ന്യൂ സ്കീമിലായിരിക്കും ഇതിൻ്റെ ടാക്സ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓൾഡ് സ്കീമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓപ്റ്റ് ഔട്ട്, ന്യൂ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോയിട്ട് വേണം നമുക്ക് ഓൾഡ് സ്കീമിലേക്ക് പോകാൻ. അതായത് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എസ് കൊടുത്ത് പോകണം. അപ്പം ഡിഫോൾട്ട് സ്കീം ന്യൂ സ്കീം ആയതുകൊണ്ട് നമ്മളിവിടെ നോ കൊടുത്ത് നമ്മളിവിടെ ന്യൂ സ്കീമിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോ കൊടുത്ത് നമുക്കിത് മുന്നോട്ട് പോകാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, വാലിഡേറ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് കാണാം. എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇപ്പോൾ വാലിഡേറ്റഡ് ആണെങ്കിൽ വാലിഡേറ്റഡ് എന്ന്, ഇനി വാലിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് പ്രീ വാലിഡേറ്റഡ്, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. റീഫണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത ടാബാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അവിടെ നമുക്ക് ന്യൂ സ്കീമിൽ കിട്ടുന്ന കുറച്ച് എക്സംഷൻസ് ആണ്. ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഓൺ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓർ ട്രാൻസ്ഫർ എക്സെട്ര. അപ്പം ഈ ഒരു 3 ഡിഡക്ഷൻസ്, 2 ഡിഡക്ഷൻസും പിന്നെ ഏതെങ്കിലും നമുക്ക് സാലറി ഇൻകത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എസ് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് എക്സംഷൻസ് ആണെന്നുള്ളത് നമുക്കിവിടെ ഇത് വന്നിട്ടുണ്ട്, എക്സംഷൻ ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് അവിടെ അപ്പം ഈ കോളം ആക്റ്റീവായിട്ട് വരും, അവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എക്സംഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നോ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മിക്കവാറും നമ്മുടെ സാലറിയുടെ ഡീറ്റെയിൽസൊക്കെ പ്രീഫില്ലായിട്ട് വരും. എന്നാലും നമ്മൾ ഫോം 16 അനുസരിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പ്രീഫില്ലായിട്ട് വന്ന ഡേറ്റ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി പ്രീഫില്ലായിട്ട് വന്ന ഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നമ്മുടെ ഫോം 16 അനുസരിച്ചുള്ള സാലറി ആസ് പെർ 17(1) അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പെർക്വിസിറ്റോ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റിലും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഇൻകം ഫ്രം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ഇൻ എ നോട്ടിഫൈഡ് കൺട്രി അണ്ടർ സെക്ഷൻ 89. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതുപോലെ എക്സെൻ്റ് അലവൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. സാലറിയുടെ എമൗണ്ട് ഫില്ല് ചെയ്തു. അതിൽ നമുക്ക് ആകെ കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സാലറിയുടെ ഹെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഈ കേസിൽ നമുക്കുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സ്, അതായത് നമ്മുടെ സേവിങ്സ് ഇൻട്രസ്റ്റ് ആണുള്ളത്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് അക്കൗണ്ട് 1202 വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് എഡിറ്റ് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ ഫില്ലായിട്ട് വന്നേക്കുന്ന എമൗണ്ട് തെറ്റാണ്, 26 രൂപ വന്നേക്കുന്നത്. നമുക്ക് 1202 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. റീഫിൽ ചെയ്ത് വരുന്ന ഡേറ്റയിൽ നമ്മൾ ഒരിക്കലും റിലേ ചെയ്യരുത്, കാര്യം അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് കറക്റ്റ് എമൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. മറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ കൊടുത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 ടാബ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷനും ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞു. അതിനുശേഷം ടോട്ടൽ ഡിഡക്ഷൻസ്. നമ്മൾ ഓൾഡ് സ്കീമിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയാണ് നമ്മൾ ATC, ATD അങ്ങനെയുള്ള ഡിഡക്ഷൻസ് എല്ലാം കൊടുക്കുന്നത്. ന്യൂ സ്കീമിൽ നമുക്ക് ആ ഡിഡക്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ആകെപ്പാടെ NPSൻ്റെ 80SED2 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ 80CCD2 NPS കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബൈ എംപ്ലോയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോ കൊടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കൺഫേം കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 3 ടാബ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്ത ടാക്സ് പെയ്ഡ് ആണ്. ഇവിടെയാണ് നമ്മൾ TDS, TCS അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, നമ്മൾ ഓൾറെഡി അടച്ച ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആയ TDS കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ 59,000 ആണ് TDS വന്നേക്കുന്നത്. അതേസമയം ആക്ച്വലി നമ്മൾ 26 ഡേയ്സിൽ വന്നേക്കുന്നത് 70,112 ആണ്.
അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. അപ്പം ഇൻകം ചാർജബിൾ അണ്ടർ സാലറീസ്, നമ്മൾ സാലറിയിലെ ഹെഡിൽ കാണിച്ചേക്കുന്ന ആ ഇൻകം നമ്മളിവിടെ ഫിൽ. ടാക്സ് ഡിഡക്റ്റഡ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. സേവ് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അടുത്ത ലാസ്റ്റ് ടാബാണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ ടാക്സ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നത്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ടാക്സ് കാണിക്കുന്നത് 70,299 ആണ്. നമുക്ക് ടാക്സ് കട്ട് ചെയ്തേക്കുന്നത് 70,112 ആണ്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് സാലറിക്ക് മാത്രമാണ് ഇവിടെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തേക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് അഡീഷണൽ ഒരു ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാക്സ് എമൗണ്ടാണ് ഇവിടെ അഡീഷണൽ നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നമുക്ക് എടുത്ത് നോക്കാം. $70,299 ആണ് ടോട്ടൽ ടാക്സ് കാണിക്കുന്നത്. കൺഫേം കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടാക്സ് പേ ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട് എമൗണ്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 190 രൂപ നമുക്ക് അടയ്ക്കാനായിട്ടാണ് വരുന്നത്. അത് ആ സേവിങ്സ് ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് എമൗണ്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് അടയ്ക്കാനുള്ള ആ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആകും. ഇവിടെ നമ്മുടെ അസസ്മെൻറ്റ് ഇയറും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞ ഹെഡിലാണ് അടയ്ക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ ടാക്സ് ഫില്ലായി വന്നിട്ടുണ്ട്. 190 രൂപയാണ്. 183 ടാക്സ്, 7 സെസ്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് ബാങ്ക് ലോഗിൻ ചെയ്ത് നമുക്കത് നെറ്റ് ബാങ്കിങ്ങോ കാർഡോ ഒക്കെ ഉപയോഗിച്ച് നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ടാക്സ് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെല്ലാൻ റെസിപ്റ്റ് കിട്ടും. ഈ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻകം ടാക്സ് ഫോമിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതെ, നമ്മൾ ടാക്സ് പെയ്ഡ് എന്നുള്ള ടാബ് എടുക്കുക. ഇവിടെയാണ് നമ്മൾ അടച്ച ടാക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ലാസ്റ്റിൽ അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പെയ്ഡ്, അവിടെ ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. ആഡ് അനദർ കൊടുക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ BSR കോഡ് കൊടുക്കുക. BSR കോഡ് എന്ന് പറയുന്നത് ഈ ചെല്ലാൻ്റെ അകത്ത് നമുക്കുണ്ട് BSR കോഡ്. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ചെല്ലാൻ്റെ സീരിയൽ നമ്പറുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കൊടുക്കുക. ടാക്സ് പെയ്ഡ് എത്രയാണെന്നത് കൊടുക്കുക. അത് ആഡ് ചെയ്യുക. കൺഫേം കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ
യു ആർ എലിജിബിൾ ഫോർ എ റീഫണ്ട് ഓഫ് ₹0. അപ്പോൾ ഇവിടെ നമുക്ക് റീഫണ്ടും ഇല്ല, ടാക്സും ഇല്ല. അടയ്ക്കാനുള്ള ടാക്സ് ഫുൾ അടച്ച് തീർത്തതിന് ശേഷം വേണം നമ്മൾ ഫയൽ ചെയ്യാൻ. ഇനി നമുക്ക് പ്രിവ്യൂ റിട്ടേണിലോട്ട് പോകാം. ഇവിടെ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ ആണുള്ളത്. അവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നമ്മുടെ പേരെല്ലാം കറക്റ്റാണെന്ന് എൻ്റർ ചെയ്തതിന് ശേഷം പേരെല്ലാം അവിടെ വരും, കറക്റ്റാണെന്നുള്ളത് എൻഷുർ ചെയ്താൽ മതി. പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത ഡേറ്റ എല്ലാം നമുക്ക് ഒറ്റ പേജിൽ കാണാം. എല്ലാം ഒന്നുകൂടെ കറക്റ്റാണെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുക്കുക. ഫുൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഈ ഒരു പാർട്ട് നോക്കാം. പാർട്ട് ഡി, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ. ഇവിടെ നമ്മുടെ എമൗണ്ട് പേയബിൾ എപ്പോഴും 0 ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഡിഫക്റ്റീവ് ആയിപ്പോൾ റീഫണ്ട് വരാം. റീഫണ്ട് ഉള്ള എമൗണ്ട് നമുക്ക് ഇവിടെ കാണിക്കാം. അതേസമയം എമൗണ്ട് പേയബിൾ എപ്പോഴും 0 ആയിരിക്കണം. അത് എൻഷുർ ചെയ്ത് നമുക്ക് പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കാം. ഇവിടെ നമ്മുടെ റിട്ടേൺ വാലിഡേറ്റ് ചെയ്ത് അതിനകത്ത് എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇവിടെ നമുക്ക് വാലിഡേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ വെരിഫൈ നൗ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമുക്ക് റിട്ടേൺ നമ്മുടെ ആധാർ OTP ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആധാർ OTP ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നമ്മൾ ആധാർ OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ITR സബ്മിറ്റ് ആയി. ഇതാണ് ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അക്നോളജ്മെൻറ്റ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം, അതുപോലെ ടാക്സ് പെയ്ഡ്, ഇനി റീഫണ്ട് ഉണ്ടെങ്കിൽ അത് എത്ര എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ITR ഫയലിങ്ങിൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.